ഞാൻ മടുത്തു. എനിക്കിനി വയ്യ. ഏത് നേരവും ഞാൻ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ആർക്കും ഒരു കൃത്യനിഷ്ഠതയില്ല. എല്ലാത്തിനും എന്റെ കയ്യിൽ തന്നെ എത്തണം. എന്ത് കഷ്ടമാ ഇത്. ആ, വരുന്നുണ്ട് ഓരോരുത്തര്. ഇത്ര നേരം നീ എവിടെ? ഞാൻ ഭയങ്കര തിരക്കിൽ. നിനക്കെന്താ ഇത്ര? നീ പമ്പ് ചെയ്യുന്ന രക്തമൊക്കെ ഞാൻ തന്നെയല്ലേ ശുദ്ധീകരിക്കേണ്ടേ? ഓ, ഒന്നും അറിയാത്ത പോലെ. മുമ്പ് ചെയ്യുന്ന കാര്യമൊന്നും നീ പറയണ്ട. പഴയതുപോലെ എനിക്ക് വയ്യടോ. നമ്മുടെ പഞ്ചാരക്കുട്ടൻ ആളിപ്പോ പഴയ ലെവലൊന്നുമല്ല. പഞ്ചാരക്കുട്ടന്റെ ലെവല് മാറിയതോടെ എന്റെ കാര്യം കഷ്ടായി. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ പഴയ രീതിയിലൊന്നും പ്രവർത്തിക്കാൻ പറ്റും. ഇനിയൊന്നും പറയണ്ട. എല്ലാം എന്റെ ആർട്ടറി മാമനാണ് അനുഭവിക്കുന്നത്. ആർട്ടറി മാമൻ അതിനെന്താ പറ്റിയേ? പഞ്ചാരക്കുട്ടന്റെ ലെവല് മാറിയതോടെ ആർട്ടറി മാമനും പരുക്കനായി പോയടോ. എടോ മാഷേ, പഞ്ചാരക്കുട്ടന്റെ സ്വഭാവം മാറിയതോടെ എനിക്കും പഴയ പോലൊന്നും പറ്റുന്നില്ല. കുറച്ചു നേരം കൊണ്ട് തന്നെ ഞാനും അങ്ങ് തളർന്നു പോവാ. ഇങ്ങനെ പഞ്ചാരക്കുട്ടൻ മാറിക്കൊണ്ടിരുന്ന ഞങ്ങള് രണ്ടും അധികകാലമൊന്നും പോവില്ല കേട്ടോ. ദേ, നമ്മുടെ മൂത്ത അമ്മച്ചി ഉറക്കമൊക്കെ കഴിഞ്ഞ് പതുക്കെ വരും. ആ, ഉറക്കമൊക്കെ കഴിഞ്ഞ് മൂത്ത അമ്മച്ചിങ് എത്തിയോ? ഇവിടെ ആയിരുന്നു ഇത്രയും നേരം. ഹോ, അല്പം ഒന്ന് വിശ്രമിച്ചടോ. ആ, എല്ലാം അറിയുന്ന നിങ്ങൾ തന്നെ ഇതൊക്കെ പറയണം കേട്ടോ. ഒരല്പനേരം ഒരു ഓക്സിജൻ ഒന്ന് കുറഞ്ഞ അപ്പം തന്നെ നിങ്ങൾ ഞങ്ങളെ വിളിക്കില്ലേ? അതുകൊണ്ട് വിശ്രമിച്ചാൽ ശരിയാവോടോ മാഷേ? അല്ല, ഇത്ര നേരം കൊണ്ട് നിങ്ങൾ എന്നതാ പറഞ്ഞോണ്ടിരുന്നേ? ഒന്നുമില്ലെന്നേ, ഞങ്ങൾ ആ പഞ്ചാരക്കുട്ടന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഹോ, അവനെ കൊണ്ട് ഞാനും മടുത്തു. അമ്മച്ചിക്കും അവനെ കൊണ്ട് ശല്യം തന്നെയാണ്. എന്റെ ധമനികളൊന്നും അവൻ വെറുതെ വിടുന്നില്ലടോ. നിങ്ങളും അവനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുവാ. ഞാൻ ഇന്ന് വരെ സൂക്ഷിച്ചു വെച്ചതൊക്കെ എനിക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ലടോ. അവന്റെ പെട്ടെന്നുള്ള മാറ്റം, അത് കാരണം ഞാൻ നശിച്ചുകൊണ്ടിരിക്കുവാന്ന്. അവൻ ആരെയും വെറുതെ വിടുന്നു തോന്നുന്നില്ലല്ലോ. ആ, നമ്മുടെ വഴികാട്ടി വന്നല്ലോ. പുള്ളിക്കും വഴി തെറ്റി. എന്തോ പറ്റിയടാ ഉവേ, തനിക്കും വഴിയൊക്കെ തെറ്റുവോ? ഞാനേ ഒരിടം വരെ പോയേക്കുമായിരുന്നു. ഇപ്പം വന്നതേ ഉള്ളൂ. അല്ല, എന്താ ഇവിടെ ഒരു നമ്മുടെ പഞ്ചാരക്കുട്ടനെ പറ്റി തന്നെ. അല്ലാണ്ട് അവൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. എൻ്റെ റെറ്റിന അവൻ വെറുതെ വിടുന്നു തോന്നുന്നു. തന്നെ അവനെ എൻ്റെ റെറ്റിനയിലേക്കുള്ള രക്തക്കുഴലുകൾ അവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അവരൊക്കെ ഓക്സിജന് വേണ്ടി പൊരുതുകയാണ്. തനിക്കും എന്നെ പോലെ ഓക്സിജൻ തന്നെയാണോ പ്രശ്നം? ഇവൻ കാരണം എനിക്കില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. കാഴ്ചയൊക്കെ മങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ റെറ്റിനമോൾ പറയുന്നുണ്ട് എന്തോ ഒരു ഇരുണ്ട പാളി അവളുടെ മുമ്പിൽ രൂപപ്പെടുന്നുണ്ടെന്ന്. എന്നാ തീർച്ചയായും അതിന് ഉത്തരവാദിയാ പഞ്ചാരക്കുട്ടൻ തന്നെ. യാതൊരു സംശയവും വേണ്ട. ഇവന്റെ ഈ സ്വഭാവം ഇങ്ങനെ പോവാണെങ്കിലേ നമ്മളൊന്നും അധികകാലം പഴയതുപോലെ പ്രവർത്തിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ആ, വായുപുത്രൻ വരുന്നുണ്ടല്ലോ. ഇനി ഇവിടെ മൊത്തം കാറ്റ് മാത്രമായിരിക്കും. ഹ, എവിടെയായിരുന്നു വായുപുത്രൻ ഇത്ര നേരം? നമ്മുടെ വഴികാട്ടിയില്ലേ, ഓക്സിജന് വേണ്ടി ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി പോയതാന്നേ. അല്ല, എന്തായിരുന്നു ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല, ആ പഞ്ചാരക്കുട്ടൻ്റെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അവനെ കൊണ്ട് ഞങ്ങൾക്കാർക്കും ഒരു സ്വസ്ഥതയുമില്ല. തൻ്റെ എൻ്റെ കാര്യവും അതുപോലെ തന്നെയാടോ. ഓക്സിജനേഷൻ ഒന്നും പഴയതുപോലെ നടക്കുന്നില്ല. ആ വലിഞ്ഞു കയറി കാർബൺ ഡയോക്സൈഡിനെ പഴയതുപോലെ ഒന്ന് ഒഴിവാക്കാനും കഴിയുന്നില്ലടോ. തൻ്റെ അവസ്ഥയും പരിതാപകരം. ഓ, എൻ്റെ കോശങ്ങളൊക്കെ പഴയതുപോലെ അല്ലടോ. അവരുമാകെ വലിഞ്ഞ് മുറുകിയിരിക്കുക. അതുകൊണ്ട് വലിയ പാടാ പണിയെടുക്കാൻ. പിന്നെ ആ പഞ്ചാരക്കുട്ടൻ കാരണം COPD എന്ന് പറഞ്ഞ പുതിയൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. അല്ല, ആരാ ഈ പുതിയ ആള് പഞ്ചാരക്കുട്ടൻ വിളിച്ചോണ്ട് വന്നവൻ? ആ, അവനാണ് COPD. COPD യോ? ആ, അത് തന്നെ. അവൻ കാരണം ഒരു നിവൃത്തിയുമില്ലെന്നേ. ഏതു നേരവും കഫക്കെട്ടും ശ്വാസമുട്ടും തന്നെയാ. പഞ്ചാരക്കുട്ടൻ്റെ ഓരോ ലീലാവിലാസങ്ങളെ. അവനൊരു കില്ലാടി തന്നെ. ആ കില്ലാടി കാരണമാ നമ്മളിവിടെ ഗതികെട്ടിയിരിക്കുന്നേ. പഞ്ചാരക്കൂട്ടന്റെ ലെവല് മാറ്റിയ ആ ഒരുത്തനുണ്ടല്ലോ, അവൻ വരുന്നുണ്ട്. തന്നെ ഞാനൊന്ന് കാണാനിരിക്കുമായിരുന്നു. എല്ലാം ഒപ്പിച്ചു വെച്ച് ഇത്രയും നേരം താൻ എവിടെയായിരുന്നടോ? ഞാൻ എന്തോ ഒപ്പിച്ചേ? ഒന്നും അറിയാത്ത ഇള്ളക്കുഞ്ഞ് ദാ വന്നിരിക്കുന്ന കണ്ടില്ലേ? എന്താടോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കുന്നു? ഒന്നുമില്ലടോ, താൻ ഒപ്പിച്ച പല കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു. ഞാൻ വളം വെച്ച് വഷളാക്കിയ പഞ്ചാരക്കൂട്ടം കാരണം അനുഭവിക്കുന്നത് ഞങ്ങളാ. അവൻ ഒരാൾ കാരണം എൻ്റെ ധമനികളെല്ലാം നശിച്ചു തുടങ്ങി.
എനിക്കാണെങ്കിലോ പണ്ടത്തെ പോലെ പ്രവർത്തിക്കാനും കഴിയുന്നില്ല. എടോ, നിങ്ങളുടെ ആർത്തി കാരണം എനിക്ക് പഴയ പോലെ ഒന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ഇപ്പം. താൻ വഷളാക്കിയ പഞ്ചാരക്കുട്ടം കാരണം എൻ്റെ ബോമൻസ് ക്യാപ്സ്യൂളും നെഫ്രോൺ കുഞ്ഞുങ്ങളൊക്കെ ദിനം പ്രതി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ, ഇവർക്ക് മാത്രമല്ല, എനിക്കുണ്ട് തന്നോട് കുറച്ച് പറയാൻ. ഈ പഞ്ചാരക്കൊട്ടം കാരണം ഞാനും ഒരു പാഴ്വസ്തു ആയിക്കൊണ്ടിരിക്കുക. എൻ്റെ നെർവുകൾക്ക് എല്ലാം അവൻ ദോഷം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, എനിക്കുമുണ്ട് തന്നോട് കുറച്ച് പറയാൻ. ഈ പഞ്ചാരക്കുട്ടൻ എൻ്റെ റെറ്റിന മോൾക്ക് യാതൊരു സ്വസ്ഥതയും കൊടുക്കില്ല. ഏത് നേരവും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് കാരണോ അനുഭവിക്കും. എടോ, അവനാൾ തീരെ ശരിയല്ലല്ലോ. അവൻ അവളെ ശല്യം ചെയ്യുന്നത് പോലെ തന്നെ ഓരോ പുതിയ ആൾക്കാരെ വിളിച്ചുകൊണ്ട് എന്നെയും ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കൊരു അബദ്ധം പറ്റിയതാ. പാല് കൊടുത്ത കൈക്ക് തന്നെ അവൾ തിരിഞ്ഞു എത്തി. എന്നെ അവൾ വെറുതെ വിടുന്നില്ലടോ. അല്ല, അതിന് മാത്രം തന്നോടെന്താ അവൻ ചെയ്തേ? ഓ, ഒന്നും പറയണ്ടടോവേ, അതൊരു കഥയാണ്. തൻ്റെ ആ കുഞ്ഞമ്മയുടെ മോളില്ലേ വാഗസ്, അവൾക്കും അവനൊരു സ്വസ്ഥത കൊടുക്കുന്നില്ലടോ. അതുകൊണ്ട് ഇപ്പം പെടാപ്പാട് വിടുന്നത് ആരാ? അവൾക്ക് അവൻ സ്വസ്ഥത കൊടുത്തില്ല, തനിക്കെന്താണ് പ്രശ്നം? അവനെന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് പകരം ഒറ്റക്കുത്തിന് തീർക്കുന്നതാ. അവൻ കാരണം വാഗസിന് ഇപ്പോൾ പഴയ പോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവൻ കാരണം നിസ്സാരമായി ഞാൻ ചെയ്തിരുന്ന ഡൈജഷൻ പോലും പഴയ പോലെ വേഗത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ടെന്താ, അത്ര നേരം ദഹിക്കാനുള്ള ഭക്ഷണം എൻ്റെ ഉള്ളിൽ കിടക്കുമല്ലടോ. അവൻ കാരണം എല്ലാവരും സഹികെട്ടിരിക്കുവാണല്ലേ. അവനെ ഒന്ന് നിയന്ത്രിക്കാൻ എന്താ പ്രതിവിധി? എടോ ആമാശയമേ, താൻ വിചാരിച്ചാൽ അവനെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇപ്പോൾ നിയന്ത്രിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നിയന്ത്രിക്കാനും സാധിക്കില്ല. എങ്ങനെ? നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അവനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. എങ്ങനെ? അത് വളരെ നിസ്സാരമല്ലേ? നമ്മുടെ ശരീരം വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായി ചെയ്യാവുന്ന കാര്യം തന്നെയാണിത്. ആരോഗ്യപ്രദവും സമീകൃതവുമായ ആഹാരങ്ങൾ കഴിക്കുക, വ്യായാമം നൽകുക, ഉപേക്ഷിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുക. ഇതെല്ലാം വളരെ നിസ്സാരമായി ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്നതായ ഈ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ പഞ്ചാരക്കൂട്ടനെ വളരെ നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ സാധിക്കും.